വണക്കം, നമസ്കാരം, സസ്രിയക്കാൾ. ഞാൻ നിങ്ങളുടെ മോട്ടിഫൈൻഡർ. ചോറ്റാനിക്കര ദേവീക്ഷേത്രം നാളെ വൃശ്ചികം 1 എല്ലാ അയ്യപ്പന്മാരും ശബരിമലയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് നോയമ്പൊക്കെ നോറ്റ് 41 ദിവസം വ്രതം എടുത്ത് പോകുന്ന വഴിക്ക് കാണുന്ന ഒരു പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ചോറ്റാനിക്കര ക്ഷേത്രം. മേളില് മേൽക്കാവിലമ്മയും താഴത്ത് കീഴ്ക്കാവിലമ്മയും ഉള്ള രണ്ട് ചേട്ടത്തി അനിയത്തിമാരിരിക്കുന്ന നല്ലൊരു ക്ഷേത്രമാണ് ചോറ്റാനിക്കര ക്ഷേത്രം. ഒരുപാട് നല്ല തിരക്കുള്ള സമയമാണ് ഇപ്പൊ. ഞാൻ ഇന്നൊന്ന് പോയി കണ്ടായിരുന്നു. എനിക്കതൊരു മോട്ടിവേഷൻ ആയിട്ട് തോന്നി. എല്ലാവർക്കും നല്ല രീതിയിൽ ഒരു പോസിറ്റീവ് എനർജി കിട്ടുന്ന ക്ഷേത്രങ്ങളിൽ ഒരു ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം. കൊടുങ്ങലിന്റെ കഴിഞ്ഞാൽ നിൽക്കുന്നത് ചോറ്റാനിക്കര ദേവീ ക്ഷേത്രം തന്നെയാണ്. വളരെ പ്രശസ്തമായ ക്ഷേത്രമാണ്. പറ്റുന്നുണ്ടെങ്കിൽ ആ വഴിക്ക് പോകുന്നവര് ഒന്ന് കയറി ഒന്ന് കണ്ട് ആ ഒരു ആംബിയന്റ് അനുഭവിക്കുക. മനസ്സ് കഷ്ടപ്പെട്ട് നിൽക്കുന്നവർക്ക്, ഏത് മതവിഭാഗത്തിനുള്ളവർക്കും അതിനകത്ത് റിജക്ഷൻ ഒന്നുമില്ല. പക്ഷെ മനസ്സിനൊരു കുളിർമ കിട്ടുന്ന ഒരു സ്ഥലമാണ് ചോറ്റാനിക്കര ദേവീക്ഷേത്രം. ഒന്ന് പോണ വഴിക്ക് ഒന്ന് കണ്ടു നോക്കുക. എല്ലാവർക്കും നല്ലത് മാത്രം സംഭവിക്കട്ടെ. ഞാൻ നിങ്ങളുടെ മോട്ടിഫൈൻഡ്, സൈനിങ് ഓഫ്.